കേരള സ്റ്റോറി സിനിമ പ്രദർശനം തടയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. സിനിമ 2023 മെയ് മാസം റിലീസ് ചെയ്തതാണ്. നിലവിൽ യൂട്യൂബിലും OTTകളിലും സിനിമ ആർക്കും കാണാൻ കഴിയും. മുൻകാലങ്ങളിൽ പരാതികൾ വന്ന സിനിമകളുടെ ഗണത്തിൽ കേരള സ്റ്റോറി പെടുന്നില്ലെന്നും ഇടപെടാനാകില്ലെന്നുമാണ് കമ്മീഷന്റെ നിലപാട്. ലവ് ജിഹാദിന്റെയും ഭീകരവാദത്തിന്റെയും കഥ പറയുന്ന ദി കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനം തടയാനാകില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചത്. 2023 മെയ് മാസം ഇറങ്ങിയ സിനിമ യൂട്യൂബിലും OTT പ്ലാറ്റ്ഫോമുകളിലും കാണാൻ സാധിക്കും. കൂടാതെ രാഷ്ട്രീയ നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ജീവചരിത്രം പറയുന്ന പ്രീ റിലീസ് ചെയ്ത സിനിമകളുമായി ബന്ധപ്പെട്ട പരാതികൾ മുൻകാലങ്ങളിൽ പരിഗണിച്ചിട്ടുണ്ട്. അത്തരം സിനിമകളുടെ വിഭാഗത്തിലോ പരിധിയിലോ കേരള സ്റ്റോറി പെടുന്നതല്ലെന്നും അതിനാൽ വിഷയത്തിൽ ഇടപെടാനാകില്ലെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ദൂരദർശനിൽ കേരള സ്റ്റോറിയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട തിരുവനന്തപുരം സ്വദേശി KG സൂരജ് നൽകിയ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി മുൻപാകെ നിലപാട് വ്യക്തമാക്കിയത്. സിനിമ പ്രദർശിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം ഇമെയിൽ അയച്ചിട്ടും നടപടികൾക്കായി കാക്കാതെ കോടതിയിലെത്തിയത് ചൂണ്ടിക്കാട്ടി ഹർജിയിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നു. തുടർന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിലപാട് തേടുകയായിരുന്നു. ജനം, കൊച്ചി.